ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസിയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ, ഇതിലെ രണ്ടാമത്തെ കാലഘട്ടം വ്യാവസായിക ഘട്ടം എന്നറിയപ്പെടുന്നു. ഇതിലെ രണ്ടാമത്തെ കാലഘട്ടം വ്യാവസായിക ഘട്ടം എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനയെ തിരഞ്ഞെടുക്കുക. ഈ ചോദ്യം നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. ഞാൻ ഉത്തരം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നോക്കുക, ബ്രിട്ടീഷ് എക്കണോമിക്ക് 3 ഫേസ് ആണുള്ളത്. ഒന്ന്, മർച്ചന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മർക്കന്റലിസം. ഇത് 1757 മുതൽ 1813 വരെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാലഘട്ടം മർച്ചന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മർക്കന്റലിസം. ഇത് 1757 പ്ലാസി യുദ്ധം മുതൽ 1813 ചാർട്ടർ ആക്ട് വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി ഇന്ത്യയിൽ അവസാനിപ്പിച്ച വർഷം വരെ. രണ്ടാമത്തെ ഫേസിനെ പറയുന്ന പേര് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്നാണ്. അത് വ്യാവസായിക കാലഘട്ടമാണ്. 1813 മുതൽ 1858 വരെ രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നൊക്കെ പറയുന്നത് കഴിയുന്നവരെ. മൂന്നാമത്തത് ഫിനാൻസ് കൊളോണിയലിസമാണ്. ഇത് 1860 സ്റ്റാർട്ട് ചെയ്യണത്. കാരണം 58 കഴിഞ്ഞിട്ട് 2 വർഷം അവര് ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കാരണം പേടിച്ചിട്ട്, ഇനി അടുത്തൊരു കലാപം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട്. മ്യൂട്ടണോഫോബിയ എന്നൊക്കെ അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1860 മുതൽ ബ്രിട്ടീഷുകാർ പോകുന്നവരെ 47 വരെയുള്ള കാലഘട്ടമാണ് എന്ത്? ഫിനാൻസ് കൊളോണിയലിസം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി ഒന്നാമത്തത് നോക്കുക, കമ്പനിക്ക് കുത്തക ഉണ്ടായിരുന്ന കാലഘട്ടമാണ്, ട്രേഡ് മൊണോപ്പൊളി ഉണ്ടായിരുന്ന കാലഘട്ടമാണ് മർച്ചന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മർക്കന്റലിസം. കമ്പനിയുടെ അധികാരം ഉപയോഗിച്ച് ബംഗാളിലെ നെയ്ത്തുകാരുടെ ജീവിതം ദുസ്സഹമാക്കിയ കാലഘട്ടം കൂടിയായിരുന്നത്. ഗോവർദ്ധന്റെ യാത്രകൾ എന്നുള്ള കൃതിയിൽ അവർ തള്ളവിരൽ മുറിച്ച കഥകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ സമതലം വെളുത്തിരിക്കുന്നു, അതിന് കാരണം നെയ്ത്തുകാരുടെ എല്ലുകളാണ്. ആരാണ് പറഞ്ഞത്? വില്യം ബെന്റിക്. കമ്പനി ബംഗാളിൽ നിന്ന് കിട്ടിയ പൈസ വ്യാപാരത്തിന് വലിയ തോതിൽ ഉപയോഗിക്കുകയാണ്. ബംഗാളിൽ നിന്ന് കിട്ടിയ പൈസ, അതായത് ബംഗാള് ബക്സാർ യുദ്ധം, പ്ലാസി യുദ്ധത്തിന് പൈസ ഒന്നും കിട്ടിയില്ല. ബക്സാർ യുദ്ധത്തിന് കിട്ടിയ പൈസയൊക്കെ അല്ലെങ്കിൽ അവർക്ക് ആ വ്യാപാരം കിട്ടിയ അവകാശമൊക്കെ ഇവിടെ അവർ ഉപയോഗിക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ആ വ്യാവസായിക കാലഘട്ടം എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് 1813 ബ്രിട്ടീഷുകാരുടെ ട്രേഡ് മോണോപ്പൊളി ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. എല്ലാ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യയിൽ കച്ചവടം ചെയ്യാമെന്ന അവസ്ഥ വന്നു. ബ്രിട്ടീഷ് ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യം അത് സപ്ലൈ ചെയ്യുന്ന എക്കണോമിയായി ഇന്ത്യൻ എക്കണോമി. ഇപ്പോൾ ഉദാഹരണം, കോട്ടൺ, ചണം, സിൽക്ക്, ഓയിൽ സീഡ്, ഇൻഡിഗോ, ടീ, ഇതെല്ലാം ഈ കാലഘട്ടത്തിലാണ് വരുന്നത്. ഇതിന് വ്യാവസായിക കാലഘട്ടം ആരംഭിക്കണം. ഇംഗ്ലണ്ടിൽ വ്യാവസായിക കാലഘട്ടം ആരംഭിച്ച അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഇതും സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാലഘട്ടം 1860 സ്റ്റാർട്ട് ചെയ്യണത്. 1857 മുതൽ 1858 വരെയായിരുന്നു ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിനെ തുടർന്ന് അടുത്ത 2 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. പേടിച്ചിട്ട് ഇന്ത്യ ബ്രിട്ടന് ഭക്ഷ്യോൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റായി 1860 മുതൽ 47 വരെ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഈ കാലഘട്ടത്തിൽ എക്സാമ്പിൾ റെയിൽവേ, റോഡ്, പോസ്റ്റ്, ടെലഗ്രാഫ്, ബാങ്കിങ്, ഇതെല്ലാം ആരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു? അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നോക്കുക, 3 കാലഘട്ടം. ഒന്നാമത്തത് മർക്കന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മർക്കന്റലിസം, രണ്ടാമത്തത് ഫേസ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, മൂന്നാമത്തത് ഫിനാൻസ് കൊളോണിയലിസം. 3 കാലഘട്ടം. അടുത്ത ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇത് വായിക്കുന്നതിന് പകരം ഞാൻ ആ കാര്യങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഒന്നാമത് ബ്രിട്ടീഷുകാരുടെ കാർഷിക നയങ്ങളിൽ ഒന്നാമത്, ലാൻഡ് റവന്യൂ പോളിസിയിൽ ഒന്നാമത് ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇസർദാരി സിസ്റ്റം എന്ന് പറയും. നോക്കുക, അന്ന് ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. 1773 കാലഘട്ടത്തിൽ ലേലം വഴി ഒരാളെ ഏൽപ്പിക്കുന്നു. അയാൾ ടാക്സ് പിരിക്കുന്നു. അയാൾ ആർക്ക് കൊടുക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് പൈസ കൊടുക്കുന്നു. ഇയാളെ പറയുന്ന പേര് ഇസ്രേദാർ എന്നായിരുന്നു. അതുകൊണ്ട് ഇതിനെ ഇസ്രേദാരി സിസ്റ്റം എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10 പേര് പറയുകയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട്, ഞങ്ങളെ ആ സ്ഥലത്തിലെ നികുതി പിരിച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പോൾ 10 പേരോടും ചോദിക്കും, നിങ്ങൾ എത്ര നികുതി തരും ആ സ്ഥലത്ത് നിന്ന്? അപ്പോൾ ഒരാൾ പറയണം 5, അടുത്ത ആൾ പറയണം 10. അങ്ങനെ അവർ ലേലം വിളിച്ചിട്ട് മാക്സിമം ആരാണോ തരുന്നത് അവർക്ക് ഇസ്രേദാർ പദവി നൽകുന്നു. അയാൾ ടാക്സ് പിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഭയങ്കര പരാജയമായിരുന്നു. അതുകൊണ്ട് ബംഗാളിൽ
പെർമനന്റ് സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ആര് സ്റ്റാർട്ട് ചെയ്തു? കോൺവാലീസ് പ്രഭു കൊണ്ടുവന്നു. ഇതിനനുസരിച്ച് ജമീന്ദാറാണ് ടാക്സ് പിരിക്കുക. അതുകൊണ്ട് ഇതിനെ ജമീന്ദാരി സിസ്റ്റം എന്നും പറയും ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക്. ഇതിന് എന്തുകൊണ്ടാണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു വെച്ചാൽ, ഒരു തവണ ടാക്സ് തീരുമാനിച്ച് അത് മാറില്ല. ഈ ജമീന്ദാർ എന്നുള്ള പദവി ഹെറിഡിറ്ററി, പാരമ്പര്യമായി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ട്രാൻസ്ഫറബിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യുക. ഈ ജമീന്ദാരി എന്നുള്ള പദവി എങ്ങനെയാണ്? ഹെറിഡിറ്ററി ആണ്, അതേപോലെ തന്നെ ട്രാൻസ്ഫറബിൾ ആണ്. കൃഷിക്കാര് ശ്രദ്ധിക്കുക, കൃഷിക്കാർ കുടിയാന്മാരായി മാറുകയാണ്. 1799 ജന്മിക്ക് കുടിയാനെ ഇറക്കി വിടാനുള്ള ആ ഒരു അവകാശം കൊടുക്കണം. 1799 കുടിയാനെ പുറത്താക്കാം എന്നൊരു അവകാശം കൂടി കൊടുക്കണം. അതേപോലെ തന്നെ പിരിക്കുന്ന നികുതിയിൽ 10/11 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും 1/11 ജന്മിക്കും കിട്ടും. അതായത് 11 രൂപ പിരിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ 10 രൂപ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും 1 രൂപ ജന്മി എടുക്കും. 89% കമ്പനിക്കും 11% ആർക്കുമാണ്? ജന്മിക്കുമാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന പേര് വരാൻ കാരണം ഒരു തവണ തീരുമാനിച്ച അതിലെന്തില്ല, മാറ്റൂല. ബംഗാള്, വാരാണസി, ബീഹാർ, ഒഡീഷ, നോർത്തേൺ പാർട്ട് ഓഫ് കർണാടക ഇവിടങ്ങളിലാണ് ഇത് നടന്നത്. 1857 മുതൽ 58 വരെ നീണ്ടുനിന്ന ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇതിനുള്ള പ്രധാന കാരണമാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം എന്താണ്? ജമീന്ദാരി സിസ്റ്റം ആയിരുന്നു. അവർക്കൊരു നേതാവ് ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ജമീന്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ബോംബെയിൽ ജമീന്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെയൊന്നും ഇവർക്കൊരു ഇടനിലക്കാരനോ നേതാവോ ആരും ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തത് റൈത്ത് വാരി സിസ്റ്റം. റൈത്ത് വാരി സിസ്റ്റം ശ്രദ്ധിക്കുക. റൈത്ത് വാരി സിസ്റ്റം മദ്രാസ്, കൂർഗ്, ഈസ്റ്റ് ബംഗാള്, ബോംബെ, അസം എന്നിവിടങ്ങളിലാണ്. തോമസ് മൺട്രോ ആണ് അത് സ്റ്റാർട്ട് ചെയ്തത് 1820. തോമസ് മൺട്രോ. റൈത്ത് മീൻസ് കർഷകനാണ്. കർഷകനിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുക. 30 വർഷത്തേക്കാണ് നികുതി ഫിക്സഡ് ആയിരിക്കും. 30 വർഷത്തേക്ക്. ഇവിടെ ഫിക്സഡ് ആണ് കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ റൈത്ത് വാരിൽ 30 വർഷത്തേക്ക്. 50% ഡ്രൈ ലാൻഡ്, 60% വെറ്റ് ലാൻഡ്. ഇങ്ങനെയാണ് ടാക്സ്. അതായത് നിങ്ങളിപ്പോൾ ഡ്രൈ ലാൻഡിൽ പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ, വരണ്ട ഭൂമിയിൽ പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ 10 രൂപ കിട്ടിയാൽ 50 രൂപ അവിടെ ടാക്സ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഒരു വെറ്റ് ലാൻഡിലാണെങ്കിൽ 100 രൂപ കിട്ടിയാൽ 50 രൂപ കൊടുക്കണം. നിങ്ങളൊരു വെറ്റ് ലാൻഡിലാണെങ്കിൽ 100 രൂപ കിട്ടിയാൽ 60 രൂപ കൊടുക്കണം. 60 രൂപയാണ് വെറ്റ് ലാൻഡിൽ ടാക്സ്. ഇനി നോക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിൽ 51% ഏത് വ്യവസ്ഥയ്ക്ക് കീഴിലായിരുന്നു? റൈത്ത് വാരി സമ്പ്രദായത്തിന് കീഴിലായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശവും ഏത് ഭൂനികുതി വ്യവസ്ഥയുടെ കീഴിലായിരുന്നു? ഏതാണ്? റൈത്ത് വാരി സമ്പ്രദായം. അടുത്ത ലാസ്റ്റ് വൺ മഹൽവാരി സമ്പ്രദായം. 1822 ഹോൾട്ട് മെക്കൻസി ആരംഭിച്ചു. പഞ്ചാബ്, സെൻട്രൽ പ്രൊവിൻസ്, അപ്പർ പ്രൊവിൻസ് ഇവിടങ്ങളിലാണ് മഹൽവാരി ഉണ്ടായിരുന്നത്. മഹൽ മീൻസ് ഗ്രാമം, മഹൽവാരി മീൻസ് ഗ്രാമത്തലവൻ ടാക്സ് പിരിക്കുന്നത്. ഓക്കെ, മഹാജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വരികയാണ്, ശ്രദ്ധിക്കുക. ഉയർന്ന പലിശ നിരക്കിൽ കർഷകർക്ക് പണം കടം കൊടുക്കുന്ന ആൾക്കാരാണ് മഹാജൻസ്, പലിശക്കാര്. സ്വാഭാവികമായിട്ടും ടാക്സ് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ബാക്കിയുള്ളവരിന്ന് കടം വാങ്ങി കൊടുക്കുമല്ലോ, ഇതാണ് മഹാജൻസ്. അപ്പൊ ഇനി നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1893 കോൺവാലീസ് ബംഗാൾ അല്ലെ. റൈത്ത് വാരി സമ്പ്രദായം 1820 തോമസ് മൺട്രോ മദ്രാസ്. മഹൽവാരി സമ്പ്രദായം 1822 ഹോൾട്ട് മെക്കൻസി എവിടെയാണ്? പഞ്ചാബ്. ഇങ്ങനെയല്ലേ വരിക? ആ നോട്ട് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ, കൃത്യമായിട്ട് അല്ലേ. ഓക്കെ, നോക്കുക. അടുത്തത് ഫമൈന്, ഭക്ഷ്യക്ഷാമം. കമ്പനി ഭരിക്കുമ്പോൾ 12 തവണ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. 4 എണ്ണം അതിഭീകരമായിരുന്നു. വളരെ പ്രധാനപ്പെട്ടത് മാത്രം പറയാം. 1769 to 1770 ബംഗാള് 3 കോടി ആളുകളാണ് ഇത് ബാധിച്ചത്. 1781 to 82 മദ്രാസ്. 1784 നോർത്തേൺ ഇന്ത്യ. പിന്നീട് അതിനുശേഷം 1792 മദ്രാസ്, 1803 നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്. ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇത് കമ്പനി ഭരിക്കുന്ന സമയത്താണ്. രാജ്ഞിയുടെ ഭരണകാലം പറയുമ്പോൾ 1943 ബംഗാൾ 2ാം ലോക മഹായുദ്ധകാലത്താണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം. സ്ട്രാച്ചി കമ്മീഷൻ 1901 നിയമിക്കപ്പെട്ടു. മക്ഡൊണാൾഡ് കമ്മീഷൻ 1883 നിയമിക്കപ്പെട്ടു. സ്ട്രാച്ചി കമ്മീഷൻ, മക്ഡൊണാൾഡ് കമ്മീഷൻ എന്നിവ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റികളാണ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണേ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ്. ശരി, നമുക്ക് നോക്കാം. സ്ട്രാച്ചി കമ്മീഷൻ 1880 നിയമിക്കപ്പെട്ടത്. 1883 ഇവര് ഒരു ഫെമൈൻ കോഡ് രൂപകൽപ്പന ചെയ്തു. ഇവരെ നിയമിച്ചത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ തെറ്റി.
രണ്ടാമത്തത് മക്ഡൊണാൾഡ് കമ്മീഷൻ 1901 നിയമിക്കപ്പെട്ടു. കേഴ്സൺ പ്രഭുവാണ് ഈ കമ്മീഷനെ നിയമിച്ചത്. ഇവർ 1901 തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ഇതും തെറ്റാണ്. നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ആണ് വരിക. ഇനി നിയമിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ 1880 ആണ് സ്ട്രാച്ചി കമ്മീഷൻ. 1880. 83 റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇവിടെ 1901. ഇത് ലിട്ടൺ ആണ് സ്ട്രാച്ചി കമ്മീഷൻ. മക്ഡൊണാൾഡ് ആരാണ്? കേഴ്സൺ ആണ്. അടുത്തത് ഇത് രണ്ടും ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ഉത്തരം വരിക. അത് രണ്ടും തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ചോർച്ചാ സിദ്ധാന്തം കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ദാദാഭായ് നവറോജി, RC ദത്ത് ഇവരൊക്കെ കൂടി അവതരിപ്പിച്ചതാണ്. അതിൽ ദാദാഭായ് നവറോജിയുടെ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കൃത്യമായിട്ട് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചോർച്ചാ സിദ്ധാന്തത്തിലെ ചെലവുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ശമ്പളം ഹോം ചാർജിൽ ഉൾപ്പെടുന്നു. ഹോം ചാർജിൽ ഉൾപ്പെടുന്നു. നോക്കുക, ഡ്രെയിൻ ഓഫ് വെൽത്ത് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹോം ചാർജ്, റെമിറ്റൻസ്, ഫോറിൻ ട്രേഡ്. ഹോം ചാർജ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്ന ചെലവ്. ഇപ്പോൾ ഉദാഹരണം, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഇംഗ്ലണ്ടിൽ ഒരു ഓഫീസ് നിർമ്മിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ പൈസ ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണ്. ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് അവിടെ ഒരു ഓഫീസ് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ അവരുടെ ചെലവ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇന്ത്യക്കാർക്ക് യാതൊരു ഉപകാരമില്ലാത്ത ചെലവ് ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണ്, അവിടെ ചെലവാക്കുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗാർത്ഥികൾക്കും പട്ടാളത്തിനും കൊടുക്കുന്ന പെൻഷൻ ബ്രിട്ടീഷുകാർ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുമ്പോൾ വേണ്ട ചെലവ്. അതായത് ഇവിടുത്തെ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ അവിടെ പോയിട്ട് പെൻഷൻ പറ്റി അവിടെ ഇംഗ്ലണ്ടിൽ താമസിക്കണം, അയാൾക്ക് പോകുന്ന പെൻഷൻ അത് ഇതിൽ ഉൾപ്പെടും. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ബർമയോ ബാക്കി ഏതെങ്കിലും രാജ്യം ആക്രമിക്കുമ്പോൾ അതിൻ്റെ ചെലവും ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിനെല്ലാം എന്താണ്? ഹോം ചാർജ്. ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്ന ചെലവ് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ബാധിക്കാത്തൊരു ചെലവാണിത്. റെമിറ്റൻസ്. റെമിറ്റൻസ് ബ്രിട്ടീഷുകാരുടെ ശമ്പളം. ഇവിടെ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന ശമ്പളത്തെ പറയുന്ന പേരാണെന്ത്? റെമിറ്റൻസ്. റെമിറ്റൻസ്. ഫോറിൻ ട്രേഡ്, റെയിൽവേ ഡെവലപ്മെന്റ് ഓഫ് പ്ലാന്റ്സ്, മൈനുകള്, ബാങ്കിങ്, ഫാക്ടറീസ് ഇതെല്ലാം ഏതാണ്? ഫോറിൻ ട്രേഡ് വിഭാഗത്തിൽ പെടുന്നതാണ്. ഒന്നുകൂടെ പറയാം, ഹോം ചാർജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്ന ചെലവാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അവിടെ എന്തെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ, അവർക്ക് ഓഫീസ് നിർമ്മിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് പെൻഷൻ കൊണ്ടുപോകുന്നത്, പിന്നെ അതേപോലെ തന്നെ അവരേതെങ്കിലും രാജ്യം ആക്രമിക്കുമ്പോൾ ഇതെല്ലാം ഏതിലാണ്? ഹോം ചാർജിലാണ് പെടുക. റെമിറ്റൻസ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ശമ്പളമാണ്. ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ മൈൻസ്, ബാങ്കിങ്, റെയിൽവേ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ്. നോക്കുക, ചോർച്ചാ സിദ്ധാന്തത്തിലെ ചെലവുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ ശമ്പളം ഹോം ചാർജിൽ ഉൾപ്പെടുന്നു. അതും ശരിയാണ്. അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1ആം വ്യാവസായിക ഘട്ടത്തിൽ പ്ലാന്റേഷന് പ്രാധാന്യം നൽകി. 2ആം വ്യാവസായിക ഘട്ടത്തിൽ കൺസ്യൂമർ ഗുഡ്സിന് പ്രാധാന്യം നൽകി. 3ആം കാലഘട്ടത്തിൽ ക്യാപിറ്റൽ ഗുഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. ഇതൊക്കെ വ്യാവസായിക ഘട്ടവുമായി ബന്ധപ്പെട്ടാണ്. നോക്കാം നമുക്ക്. ഇൻഡസ്ട്രീസ് 1914 വരെ പ്ലാന്റേഷന് പ്രാധാന്യം നൽകിയ ആളുകളായിരുന്നു ബ്രിട്ടീഷുകാർ. തേയില, കാപ്പി, നീലം, റബ്ബർ ഇതെല്ലാം. പിന്നെ അതേപോലെ തന്നെ അതല്ലാത്തതും, ഉദാഹരണം ചണം, കൽക്കരി, ഖനികള് ഇവയ്ക്കും അവര് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു 1914 വരെ. 1914 മുതൽ 39 വരെ കൺസ്യൂമർ ഗുഡ്സിനാണ് അവർ പ്രാധാന്യം നൽകിയത്. വലിയ തോതിൽ ഇന്ത്യനെ മാർക്കറ്റാക്കി മാറ്റി. ലാങ്കാഷെയർ, മാഞ്ചസ്റ്റർ അവിടുത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് അവർ എന്ത് ചെയ്തു? വിറ്റഴിച്ചു. പിന്നെ അതേപോലെ തന്നെ 1920 ആയപ്പോൾ, 14 കഴിഞ്ഞ് 20 ആയപ്പോൾ ഇവർക്ക് ഈ കോട്ടൺ, ചണം, ടീ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാധാന്യം ഇല്ലാത്തതായിട്ട് മാറുകയാണ്. പകരം പേപ്പർ, ഗ്ലാസ്, ഷുഗർ, സിമെന്റ് ഇവയെല്ലാം അവർ വികസിപ്പിക്കുകയാണ്. 1921 ശ്രദ്ധിക്കുക, റഹ്മത്തുള്ള കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷനെ നിയമിക്കുകയാണ്. അവരൊരു ട്രിപ്പിൾ ഫോർമുല കൊണ്ടുവരികയാണ്. അപ്പോൾ റഹ്മത്തുള്ള ട്രിപ്പിൾ ഫോർമുല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടീഷ് വ്യവസായങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. വ്യവസായത്തിന് നാച്ചുറൽ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തത്, അതായത് വ്യവസായത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ള സംഭവമാണ്. രണ്ടാമത്തത് ശ്രദ്ധിക്കുക, ഇൻഡസ്ട്രിക്ക് സംരക്ഷണം നൽകണം. ഇൻഡസ്ട്രിക്ക് സംരക്ഷണം നൽകണം. മൂന്നാമത്തത്, വ്യാപാര സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരം വേണം, പക്ഷെ അത് ആരോഗ്യകരമായ മത്സരം ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വ്യവസായത്തിന് നാച്ചുറൽ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ ഉദാഹരണം അസംസ്കൃത വസ്തുക്കൾ, തൊഴിലാളികൾ, കുറഞ്ഞ നിരക്കുള്ള വൈദ്യുതി ഇതൊക്കെ കൊടുക്കണം. രണ്ടാമത്തത്, ഇൻഡസ്ട്രിക്ക് സംരക്ഷണം ഉണ്ടാകണം. മൂന്നാമത്തെ, വ്യാപാര സ്ഥാപനങ്ങൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം വേണം. ഗവൺമെന്റ് ആരുടെയും കൂടെ നിൽക്കരുത് എന്നുള്ളതാണ്. അടുത്ത ലാസ്റ്റ് കാലഘട്ടം 1939 മുതൽ 47 വരെയാണ്. ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സിന് ഇന്ത്യൻ ആഭ്യന്തര മാർക്കറ്റിൽ ഉൽപാദനം ആരംഭിക്കുകയാണ്. ഇതൊരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. അതായത്
ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇറക്കുകയെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഇറക്കുമതി എന്നല്ലേ പറയുക, ഇമ്പോർട്ട്. അതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക. അതിന് പറയുന്ന പേരാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഉദാഹരണം ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ പറയാണ് ഫോണുകൾ, ഇന്നത്തെ സിറ്റുവേഷനിലാണ്, പഴയ എക്സാമ്പിൾ അല്ല. ഫോൺ വെളിയിൽ നിന്ന് അധികം വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്കാണ് അധികം ലാഭം പോണത്, വെളിയിലുള്ള കമ്പനിക്ക്. അപ്പോൾ ഇന്ത്യയിലെ ആൾക്കാർ വിചാരിക്കുകയാണ്, ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് വിചാരിക്കുകയാണ് നമുക്ക് ഇവിടെ തന്നെ എന്തുകൊണ്ട് ഇത് ഉൽപ്പാദിപ്പിച്ചുകൂടാ, അപ്പോൾ അവരുടെ ഇറക്കുമതി നമുക്ക് കുറയ്ക്കാം, ഇവിടുത്തെ ആളുകൾക്ക് അതേപോലുള്ള ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക. ഇതിനെ പറയുന്ന പേരാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ഇന്നത്തെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ 1939 മുതൽ 47 വരെയായിരുന്നു. ഹെവി കെമിക്കൽസ്, മെഷീനറി, എയർക്രാഫ്റ്റ്, ഓട്ടോമൊബൈൽസ് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് 1939 മുതൽ 47 വരെയാണ്.